ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അങ്ങനെ നാളത്തെ വിശേഷം എന്ന് പറയുന്ന സുധീഷ് രാജീവിൻ്റെയും അരുണിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ്. മാത്രമല്ല നിധിയുടെ നിർബന്ധവും ഈ സമയത്തുണ്ട് കേട്ടോ. സുധീഷിനോട് ആ യാത്ര അല്ലെങ്കിൽ ദൗത്യം ഏറ്റെടുക്കാൻ പറയുമ്പോൾ നിധിയും പറയാണ്, സുധീഷ് ചെയ്യ്, അച്ഛനും ചേട്ടനും വയ്യാത്തതുകൊണ്ടല്ലേ, അതുകൊണ്ട് സുധീഷ് പോയിട്ട് വാ, അത് നല്ലതല്ലേ, അച്ഛനും അതുപോലെ ചേട്ടനൊക്കെ അത് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് സുധീഷ് എനിക്കും അതൊരു അഭിമാനമായിരിക്കും, സുധീഷ് പോയിട്ട് വരാൻ പറയണം. അപ്പം സുധീഷിൻ്റെ മനസ്സ് അപ്പോഴും ഉണ്ട്, തന്നെ വെല്ലുവിളിച്ച രാജീവ് എന്തുകൊണ്ടാണ് തൻ്റെ കയ്യിൽ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത്, ഇതിൻ്റെ അകത്ത് എന്തോ ചതിയുണ്ട് എന്ന് സുധീഷിനറിയാം. പക്ഷേങ്കിൽ ഈ സുധീഷ് വിചാരിക്കുന്നത് ചെറിയ ചെറിയ ചതികളോ അല്ലെങ്കിൽ ചെറിയൊരു കളിയാക്കുന്ന ഒരു അനുഭവം മാത്രമായിരിക്കുമെന്നാണ് സുധീഷ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനും അപ്പുറമാണ് എന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ സുധീഷ് നിധിയുടെ അങ്ങനെ നിർബന്ധപ്രകാരം എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറയാം. എന്നാൽ ഇത്രയും സമ്മതം കേട്ടപ്പോൾ തന്നെ രാജീവും പറയാം, എന്നാൽ സുധീഷ് വേഗത്തിൽ ഒരുങ്ങി റെഡിയായി വരാൻ പറയുകയാണ്. അങ്ങനെ സുധീഷ് വേഗത്തിൽ റെഡിയാകുന്നു, റൂമിലേക്ക് പോകുന്നു. തൊട്ട് പുറകെ നിധിയും ചെല്ലുകയാണ്. നിധി ചെന്ന് സുധീഷിനോട് പറയുകയാണ്, എന്താ സുധീഷ്, എന്തായാലും അച്ഛനും ചേട്ടനൊക്കെ സുധീഷിനെ വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു ദൗത്യം അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു ജോലി സുധീഷിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമല്ലേ, എന്തൊക്കെ അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നിധി സുധീഷിനോട് ചോദിക്കുക കേട്ടോ. അപ്പം സുധീഷ് ഇങ്ങനെ പറയാണ്, എന്താണെന്ന് ഏകദേശം എന്താണെന്ന് കണ്ടറിയാം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നിധി ചോദിക്കുക, എന്താണ് സുധീഷ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത് ചോദിക്കുക. അല്ല, അവരെന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയത്തില്ലല്ലോ, അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും, പക്ഷെ അവർ തുറന്നു പറയുന്നില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, എന്തായാലും നല്ലതിന് വേണ്ടിയാണെന്ന് കരുതി സുധീഷ് ആ കാര്യങ്ങൾ ചെയ്യാൻ പറയുകയും അങ്ങനെ സുധീഷിന് വേഗത്തിൽ ഒരുങ്ങാൻ പറയുന്നു. അപ്പോൾ ഈ സമയത്ത് സുധീഷ് റെഡിയാകുന്നു. നിധി അന്നേരം വാതോരാതെ തൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും കാര്യങ്ങൾ പറയുകയാണ്. സുധീഷിന് എന്നെ ഇതുപോലെ അംഗീകരിച്ചു, അതുപോലെ വീട്ടിൽ കയറ്റി, എന്തൊരു സ്നേഹമാണ് ഇവരിപ്പോൾ തരുന്നത്, അതിനോടൊപ്പം സുധീഷിനെ അവർ സ്നേഹിക്കുന്നു, അതുപോലെ സുധീഷിന് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള മാർഗനിർദ്ദേശം തരുന്നു. മാത്രമല്ല ഇപ്പോൾ ഇതാണ് വലിയൊരു ഉത്തരവാദിത്തം സുധീഷിനെ ഏൽപ്പിക്കുകയല്ലേ, ഇതൊക്കെ വലിയ അത്ഭുതമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ഈ സമയത്ത് സുധീഷ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, അവർ എന്നെ വെല്ലുവിളിച്ച കാര്യം നിധിക്ക് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്തായാലും ഇതിനൊരു ഈ 2-3 ദിവസം കൂടെ ഉള്ളൂ, ഇതിനു മുമ്പ് നമ്മളെ രണ്ടും പിരിക്കുവാനുള്ള എന്തെങ്കിലും ചതി ഇവരുണ്ടാക്കും, അതിൻ്റെ ഒരു ഭാഗമാണോ ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് സുധീഷ് ഒരുങ്ങുന്നു. അതിനുശേഷം പെട്ടെന്ന് എല്ലാവരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് രാജീവനും അകത്ത് പോയി ഒരു വലിയൊരു വാഹ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിധിയുണ്ട്, നിധിയുടെ ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, അമ്മയുണ്ട്, അതുപോലെ സുധീഷുണ്ട്. ഇവരെല്ലാം കൂടെ ഇങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഈ രാജീവൻ വലിയൊരു വാഹ്യമായിട്ട് വരികയാണ്. വാഹ്യമായിട്ട് വന്ന് മേശപ്പുറത്ത് വെക്കുകയാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ വായികൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ രാജീവൻ ഈ വായ്ക്ക് തുറന്നിട്ട് ഒരു കെട്ടല്ല ഒരുപാട് പണം, കെട്ടുകണക്കിനുള്ള പണങ്ങൾ ഈ ബാഗിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നു. അതിനോടൊപ്പം സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളുമൊക്കെ ഈ ബാഗിൻ്റെ അകത്ത് നിന്ന് എടുക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ സുധീഷ് ഞെട്ടിപ്പോവുകട്ടോ. സുധീഷ് ഓർത്ത് വേറെ എന്തെങ്കിലും ചെറിയ കേസുകൾക്ക് അല്ലെങ്കിൽ ഫയലുകൾ വല്ലതും കൊണ്ട് കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ശമ്പളം വല്ലതും കൊണ്ട് കൊടുക്കുവാനോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ടെൻഡറുകൾ വല്ലതും കൊണ്ട് കൊടുക്കുവാനോ വല്ലതുമായിരിക്കും തന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷെങ്കിൽ രാജീവൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് തുറന്ന് കണ്ടപ്പോൾ ആ സ്വർണ്ണ ബിസ്ക്കറ്റുകളും സ്വർണ്ണാഭരണങ്ങളും പണവുമെല്ലാം കണ്ടപ്പോൾ സുധീഷ് പേടിച്ച് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പണം സുധീഷ് കാണുന്നത് തന്നെ. അങ്ങനെ ഇത് എല്ലാവരെയും കാണെ രാജീവൻ എടുത്ത് കാണിച്ച് എണ്ണിക്കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റു ബാഗിലേക്ക് വീണ്ടും എടുത്തു വെക്കുക. അപ്പോൾ രാജീവൻ്റെ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ നാടകമാണ്. കാരണം എല്ലാവരും കാണണം ഇത് രാജീവനും അരുണും കൊടുത്തുവിടുന്ന പണവും സ്വർണ്ണ ബിസ്ക്കറ്റുമാണ് എന്ന് എല്ലാവരും കാണണം. അങ്ങനെ അതിനുവേണ്ടി ഇത് എല്ലാവരുടെയും മുൻപിൽ ഒന്ന് പ്രദർശിപ്പിച്ചതിന് ശേഷം സുധീഷിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അത് വാഹനത്തിൻ്റെ കാറിൻ്റെ താക്കോലും സുധീഷിനെ ഏൽപ്പിക്കുക. എന്ന് പറയുന്നു, ഇന്ന സ്ഥലത്താണ് കൊണ്ടു കൊടുക്കേണ്ടത്, അത് ഉത്തരവാദിത്വം കൊടുക്കണം സുധീഷെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എനിക്ക് നിന്നെ അത്രത്തോളം വിശ്വാസമുള്ളതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത്, നിനക്കൊരു ബുദ്ധിമുട്ടായി എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ നീ ഇന്ന്
പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്, അതുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് കോടിക്കണക്കിന് നഷ്ടമായി, അല്ലെങ്കിൽ ഈ ബിസിനസ് നടന്നില്ലെങ്കിൽ കോടിക്കണക്കിന് നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയാം. പെട്ടെന്ന് സുധീഷ് അതിശയത്തോടു കൂടി നിന്ന് നിധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിധി ഒരു സന്തോഷം കൊണ്ട് നിധി പറയാം പോട്ട് വരാൻ പറയാട്ടോ. അങ്ങനെ മനസ്സോടുകൂടി അങ്ങനെ സുധീഷ് ആ പണവുമായിട്ട് യാത്ര തിരിക്കുക. ഈ സമയത്ത് നിധിയുടെ അമ്മയ്ക്ക് വലിയൊരു വിമർശനം അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവ് കാണിക്കുന്നുണ്ട്. ഒരു നാടകം മാത്രമാണ്, അല്ലെങ്കിൽ ഇത്രയും പണം സുധീഷിനെ വിടാൻ പോവുകയാണോ എന്ന രീതിയിൽ ഒരു അഭിനയം നടത്തുന്നുണ്ട്, ഒരു പേടി പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് വെറും അഭിനയമാണ്. കാരണം നിധിയുടെ അമ്മയും അച്ഛനും ചേട്ടനും കൂടെയുള്ള ഒരു നാടകമാണ് സുധീഷിനെ ഒറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സുധീഷിനെ കള്ളനാക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ സുധീഷ് ആ കാറിൽ യാത്ര ചെയ്യുന്നു. നിധി യാത്ര ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ യാത്ര അയക്കാൻ വേണ്ടി വെളിയിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ അവർ രണ്ടും യാത്ര പറഞ്ഞ് പോകുന്നൊരു ഭാഗമാണ്. അതിനുശേഷം കാണാൻ പോകുന്ന മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഹരീഷിൻ്റെ പ്രണയം. ഹരീഷ് രാത്രിയെന്നില്ല പകലെന്നില്ല മുരടനായിരിക്കുന്ന നമ്മുടെ ഹരീഷിൻ്റെ മനസ്സ് ഒരു ലോലഹൃദയമാകുകയും അങ്ങനെ നീതു ഇപ്പോൾ വിളിക്കാതിരിക്കാൻ, നീതുവിനെ വിളിക്കാനോ നീതുവിനോട് മിണ്ടാതിരിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ ഹരീഷ് എത്തുന്നു. അങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കം പോലും ഇല്ലാതെ നല്ല രീതിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ നീതുവുമായിട്ട് സംസാരിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന നിമിഷങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് സുധീഷിന് വലിയ അപകടം വരുമ്പോൾ മറുഭാഗത്ത് ഹരീഷിൻ്റെ ജീവിതത്തിൽ പ്രണയം നമ്മുടെ ഭാഷയിൽ പിന്നെ കൊടികുത്തി വാഴുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് പുതിയ അതിഥി എത്തുന്നതാണ്. അങ്ങനെ സുഭാഷ് പണി സൈറ്റിൽ ചെല്ലുമ്പോൾ സുഭാഷിൻ്റെ ഒരു വിശ്വസ്തനായ ഒരു ബായി ഉണ്ടല്ലോ, ആ ബായിയുടെ സഹോദരി നാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബായിയുടെ സഹോദരിയും ഒരു അന്യസംസ്ഥാനക്കാരിയാണല്ലോ വർക്ക് സൈറ്റിൽ തൻ്റെ സഹോദരന് വേണ്ടി ആഹാരമായിട്ട് വരുമ്പോൾ സുധീഷുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ സുധീഷിനെ പരിചയപ്പെടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ സുധീഷേട്ടാ എന്ന് ഹിന്ദിയും മലയാളവും ചേർന്ന് ഉള്ളൊരു ഭാഷയിൽ വിളിക്കുമ്പോൾ സുധീഷിന് ആഹാരം ഈ ബായിക്ക് കൊണ്ടുവന്ന തൻ്റെ സഹോദരനായ ബായിക്ക് കൊണ്ടുവന്ന ആഹാരം സുധീഷിന് സുഭാഷിന് സുധീഷ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ സുഭാഷിന് വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ സുഭാഷ് സന്തോഷത്തോടു കൂടി നോർമൽ രീതിയിൽ തൻ്റെ ജോലിക്കാരനാണല്ലോ ബായ്, അപ്പം സഹോദരിയായിട്ട് കാണണമല്ലോ എന്നോർത്ത് സഹോദരിക്ക് തുല്യമായി സുഭാഷ് കാണുന്നു. അതിനുശേഷം സുഭാഷിൻ്റെ മനസ്സിൽ അല്പം പ്രണയമൊക്കെ വരുന്നത് കാണാം കേട്ടോ. അങ്ങനെ സുഭാഷിന് ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ സുഭാഷ് ഈ ഹിന്ദിക്കാരിയോട് പറയുകയാണ്, ഞാൻ വീട്ടിൽ ഹിന്ദിയും മലയാളവും കൂടെ, ഹിന്ദി സുഭാഷിന് അറിയത്തില്ല എങ്കിലും ഉള്ള ഹിന്ദിക്കും ഉള്ള മലയാളത്തിനും നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ മലയാളവും മലയാളികൾ ഹിന്ദി പറയുന്നത് പോലെ അല്ലെങ്കിൽ പകുതി ഹിന്ദി അറിയാവുന്നവർ പറയുന്നത് പോലെ പകുതി മലയാളവും പകുതി ഹിന്ദിയുമായിട്ട് ഈ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഈ അന്യസംസ്ഥാന പെൺകുട്ടിയോട് സംസാരിക്കുന്നു. ഞാനാണ് വീട്ടിലെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, എൻ്റെ സഹോദരൻക്കെല്ലാം ഞാനാണ് ആഹാരം ഉണ്ടാക്കി വെക്കുന്നത്, നല്ല ആഹാരമാണെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുച്ചിനെ ബായിയുടെ സഹോദരിയോട് സംസാരിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. അതിനുശേഷം സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് ഈ ബായി അല്ലെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളി കടന്നു വരുന്നതൊക്കെ വരും ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാം കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ പോകുന്നത് സുധീഷിൻ്റെ ജീവിതത്തിലേക്കാണ്. സുധീഷ് യാത്ര ചെയ്യുന്ന വഴിയിൽ സുധീഷ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം മനസ്സിൽ ഇങ്ങനെ ഓർക്കും, എന്തുകൊണ്ടാണ് ഇത്രയും പൈസയും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ എൻ്റെ കയ്യിൽ തന്നത്, ഇതിൻ്റെ അകത്ത് എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എന്നെ വെല്ലുവിളിച്ചതാണ് നിധിയുമായിട്ട് ഒരാഴ്ചക്കകം നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും നിൻ്റെ ജീവിതത്തിന് എന്നേക്കുമായി നിധി പടിയിറങ്ങുമെന്നും വെല്ലുവിളിച്ചതാണ്. അതിനോടൊപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിൽ വലിയ ചതിയുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ ഓർത്ത് സുധീഷ് യാത്ര ചെയ്യുന്ന സമയത്തല്ല ഈ ബായികൾ അടുത്ത് സീറ്റിലിരിക്കുന്ന ബായികൾ തെരുതര സുധീഷ് നോക്കുന്നുണ്ട് ഒരു വെപ്രാളത്തോടു കൂടി. അങ്ങനെ യാത്ര കുറച്ചേറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മറുഭാഗത്ത് കാണുന്ന സുധീഷ് പോയി എന്നറിഞ്ഞപ്പോൾ രാജീവനും അരുണും കൂടെ ഒന്നിച്ച് നിന്ന് സംസാരിക്കുകയാണ്. കാര്യം സുധീഷ് പോയ വാഹനത്തിൻ്റെ നമ്പരും ഏത് റൂട്ടിലാണ് സുധീഷ് പോയതെന്നും സുധീഷിനെ ഈ ഒരു കൊട്ടേഷൻ സംഘത്തോട് വിളിച്ചു പറയുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെ രാജീവിൻ്റെ ആ പ്ലാൻ നടക്കുന്ന ഒരു സന്ദർഭം നാളത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ ഈ കുറച്ച് കൊട്ടേഷൻ സംഘക്കാർ ഗുണ്ടകളോട് പറയുകയും സുധീഷിൻ്റെ വാഹനം ഇന്ന വാഹനമാണെന്നും അവൻ ഇന്ന റൂട്ടിൽ വരുന്നുണ്ടെന്നും
അതുകൊണ്ട് ആ വാഹനം തടഞ്ഞ് എങ്ങനെയെങ്കിലും ആ പണം നിങ്ങൾ എടുക്കുകയും അത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുകയും അത് തടയാൻ വന്ന സുധീഷിനെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തുകയും ചെയ്യണമെന്നൊരു ഓർഡർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അങ്ങനെ സുധീഷ് പോകുന്ന വഴിയിൽ തൻ്റെ വാഹനത്തിന് മുൻപിൽ വെച്ച് ഒരു ബൈക്കിൽ സുധീഷിൻ്റെ വാഹനം ഇടിക്കുകയും ആ ബൈക്ക് യാത്രക്കാരൻ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ ബൈക്ക് മനഃപൂർവ്വം കൊണ്ട് സുധീഷിൻ്റെ വാഹനത്തിൽ ഇടിപ്പിച്ചതാണ് എന്ന് വ്യക്തമായി കാണാം. അങ്ങനെ എന്നാൽ സുധീഷ് അത് മനസ്സിലാക്കുന്നില്ല. സുധീഷിൻ്റെ വാഹനം തട്ടി ബൈക്കുകാരൻ നിലത്തേക്ക് വീഴുകയും സുധീഷ് വാഹനം ഓഫ് ചെയ്ത് ചാടി ഇറങ്ങി ഈ ബൈക്ക് യാത്രക്കാരൻ്റെ അടുക്കിലേക്ക് ഓടുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.